ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരു പദ്ധതി ഇടുമ്പോൾ, ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരു പദ്ധതി ഇടുമ്പോൾ, നിങ്ങൾ മതി എന്ന് പറയുന്നത് വരെ, തൃപ്തനായി എന്ന് പറയുന്നത് വരെ ദൈവം അനുഗ്രഹം നൽകിക്കൊണ്ടേയിരിക്കും. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ പറയട്ടെ, ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിൻ്റെ ഹെൽപ്പ് നിങ്ങൾ തേടുന്നോ, ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മതി വരുവോളമായിരിക്കും. നിങ്ങൾക്ക് മതി വരുവോളമായിരിക്കും. അതുകൊണ്ടാണ് എലീശ പറയുന്നത്, നിന്നിൽ നിന്ന് എണ്ണ വിറ്റിട്ട്, നീ ഒഴിച്ച പാത്രങ്ങളിൽ നിന്ന് എണ്ണ വിറ്റിട്ട് നിന്റെ കടം തീർത്തിട്ട് ശേഷിപ്പുണ്ടാകും. ആ ശേഷിപ്പിൽ നിന്ന് നീ നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ, ദൈവം അനുഗ്രഹിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ കടത്തിവെട്ടാനും അതിനപ്പുറം നിന്നെ പോറ്റാനുമുള്ളത് അതിൽ കാണും. കടബാധ്യതയാൽ ബുദ്ധിമുട്ടുന്ന, സാമ്പത്തിക പ്രതിസന്ധിയാൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളെ നോക്കി ഈ ദൂത് ഞാൻ ശക്തമായി പറയട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കടം വീട്ടിയിട്ട്, ആമേൻ സ്തോത്രം, മിച്ചം കൊണ്ടും നിനക്ക് ഉപജീവനം കഴിക്കാനുള്ളതും ദൈവം അതിൽ കൈമാറിയിരിക്കും.